ക്യാൻ യു പ്ലീസ് വിസിറ്റ് വയനാട് ആൻഡ് ഹീൽ വയനാട്? അതെ ഗൈസ്, വയനാടിൻ്റെ GDP തന്നെ താഴെ പോയിക്കൊണ്ട് നിൽക്കുകയാണ്. ഞാനൊരു വയനാട്ടുകാരനാണ്, നന്ദകിഷോർ. കഴിഞ്ഞ ദിവസങ്ങളിൽ നിങ്ങൾ കാണുന്ന വീഡിയോകളിൽ ഏതെങ്കിലും ഒരു വീഡിയോ, ഈ പേജിലെ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ദയവേത് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണണം പ്ലീസ്. കാരണം മുണ്ടക്കയിൽ സംഭവിച്ച ആ ഒരു ദുരന്തം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെപ്ത് എങ്ങനെ നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്കറിയില്ല. അവിടെ നേരിട്ട് പോയി കണ്ടാലേ അത് മനസ്സിലാവുള്ളൂ. നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മീഡിയ വഴി മനസ്സിലായിട്ടുണ്ടെന്നും എനിക്കറിയാം. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് കാരണം വയനാടിൻ്റെ എൻറ്റയർ ഡിസ്ട്രിക്റ്റിൻ്റെ തന്നെ GDP താഴെ പോയിക്കൊണ്ടിരിക്കുകയാണ്. 2300 സ്ക്വയർ കിലോമീറ്ററുള്ള വലിയൊരു ഏരിയ ആണ് വയനാട്. വയനാട് ജില്ലയാണ്. വയനാട് ചെറിയൊരു ടൗൺ അല്ല. 8 ലക്ഷത്തിന് മേലെ ആൾക്കാർ വയനാട്ടിൽ താമസിക്കുന്നുണ്ട്. അതിൽ നല്ലൊരു ശതമാനം ആൾക്കാർ, ഏറിയ ശതമാനം ആൾക്കാരും ടൂറിസത്തെ നല്ല രീതിയിൽ ഡിപ്പെൻഡ് ചെയ്യുന്ന ആൾക്കാരാണ്. 1800ഓളം അക്കോമഡേഷൻസ് ആണ് വയനാട്ടിലുള്ളത്. അതിൽ 150ഓളം റിസോർട്ട്സ് ഉണ്ട്, ഹോം സ്റ്റേസ്, സർവീസ് വില്ലാസ്, ഹോട്ടൽസ്, അങ്ങനെ പല ടൈപ്പ് ഓഫ് അക്കോമഡേഷൻസ്. ഇവിടെയൊക്കെ ജീവനക്കാരുണ്ട്. അവരുടെ അവസ്ഥയാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഒരു വീഡിയോ ഇട്ടപ്പോൾ അതിൻ്റെ അടിയിൽ കമൻറ്റ് വരുന്നത് റിസോർട്ട് മുതലാളിമാർ അവരൊക്കെ അനുഭവിക്കട്ടെ, അത് അങ്ങനെ പല കമൻസാണ്, നെഗറ്റീവ് കമൻസാണ് വരുന്നത്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല. അവിടുത്തെ ജീവനക്കാരെക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഇവിടെ ധാരാളം അഡ്വഞ്ചർ പാർക്സ് ഉണ്ട്, ചെറിയ ചെറിയ ഹോട്ടൽസ് ഉണ്ട്, ടൂറിസ്റ്റ് ഗൈഡുകളുണ്ട്, ടൂറിസ്റ്റ് ടാക്സി ഉണ്ട്, അല്ലാത്ത ടാക്സികളുണ്ട്, ട്രാവലേഴ്സും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു ടൂറിസത്തെ നല്ലോണം ഡിപ്പെൻഡ് ചെയ്ത് മുന്നോട്ട് പോകുന്ന ജനങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലമാണ് വയനാട്. വയനാട് ഈസ് സ്റ്റിൽ ബ്യൂട്ടിഫുൾ, വയനാട് ഈസ് സ്റ്റിൽ സേഫ്. 582 വാർഡുള്ള വയനാട്ടിൽ, അതായത് 20ൻ്റെ മേലെ പഞ്ചായത്തുകളിൽ 582 വാർഡിലെ 3 വാർഡിലാണ് ഈ ഒരു മണ്ണിടിച്ചിൽ സംഭവം മേജർലി ഇമ്പാക്റ്റ് ആയത്. അതിനെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല, അത് അത്രയും പറഞ്ഞു കഴിഞ്ഞു. അത് അത്ര ദയനീയം തന്നെയാണ്. നിങ്ങളെല്ലാവരും സഹായിക്കുന്നുണ്ട്, അതിനൊക്കെ മനസ്സിൻ്റെ ഏറ്റവും അടിത്തട്ടിൽ നിന്ന് നന്ദി പറയുകയാണ്. അതുപോലെ തന്നെ പ്ലീസ് ഡു വിസിറ്റ് വയനാട്. നിങ്ങൾ വിസിറ്റ് ചെയ്യണം. ചെയ്യാതെ നിന്നാൽ വയനാടിൻ്റെ GDP ഇനിയും താഴെ പോകും. ഇവിടെയുള്ള ബാക്കി ജനങ്ങളും ബുദ്ധിമുട്ടിലാകും. ബാക്കി ഇതിനെ മാത്രം, ടൂറിസത്തെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന ധാരാളം ജീവനക്കാരുണ്ട്. അവരുടെയൊക്കെ പണിയൊക്കെ പോയി തുടങ്ങി. ഓൾറെഡി ഹോട്ടലുകളൊക്കെ അടച്ചു പൂട്ടുന്ന അവസ്ഥ, ഗാന്ധിഗ്രാമമൊക്കെ അടച്ച് പൂട്ടിയിട്ടിരിക്കുകയാണ്. ഇതിപ്പോൾ 20ാമത്തെ ദിവസമാണ്. അപ്പോൾ മേ ബി ഇനി വരും ദിവസങ്ങളിൽ നിങ്ങളെല്ലാവരും ഇങ്ങോട്ട് വരുമായിരിക്കും. അപ്പോൾ ഞാൻ നിങ്ങളോട് നാളെ തന്നെ വരണമെന്നോ നിങ്ങൾ എന്തുകൊണ്ട് വരുന്നില്ല എന്നോ നിങ്ങളെ ഫോഴ്സ് ചെയ്യാമെന്നോ നിങ്ങൾ വിചാരിക്കരുത്. ഇതൊരു റിക്വസ്റ്റാണ്. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു സുഹൃത്തിൻ്റെ കല്യാണത്തിന് പോയപ്പോൾ അവിടെ ഉണ്ടായ സംസാരം എന്ന് പറഞ്ഞാൽ വയനാട് മൊത്തം പോയി എന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. കാരണം വീട്ടിൽ നിന്ന് വരുമ്പോൾ ഒരു ഫ്രണ്ടിന് വരാൻ പറ്റിയില്ല എന്നൊക്കെ പറയാം. അവരുടെ വീട്ടുകാർ വിട്ടില്ല എന്ന്. അവർ പാനിക്കാണ്. വയനാട് ഇസ് നോ മോർ, അങ്ങനത്തെ ഒരു രൂപത്തിലാണ് അവർ ചിന്തിക്കുന്നത്. വയനാട് ഇസ് സ്റ്റിൽ ദെയർ, വയനാട് ഇസ് സ്റ്റിൽ ബ്യൂട്ടിഫുൾ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങോട്ട് വരാം. പ്ലീസ് വിസിറ്റ് വയനാട്, പ്ലീസ് സ്റ്റേ വിത്ത് ദ പീപ്പിൾ ഓഫ് വയനാട്. മുണ്ടക്കയിൽ സംഭവിച്ച ആ ദുരന്തം കാരണം വയനാടിനെ നിങ്ങൾ മൊത്തത്തിൽ അവഗണിക്കില്ല എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ തിരിച്ച് വയനാട്ടിലേക്ക് തന്നെ വരണം. വയനാട്ടിലെ ആൾക്കാർ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. വെൽക്കം ടു വയനാട്.